നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് റൈറ്ററിൻ്റെ കുറച്ച് പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി കുറച്ച് ഭാഗം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ വേരിയബിൾ ലൈൻ സ്പേസർ ആണ്. വേരിയബിൾ ലൈൻ സ്പേസർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൂൾഡ് ഷീറ്റിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ ലൈൻ സ്പേസർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈൻ സ്പേസിങ്ങിൽ ഒരു പെർമനൻറ്റ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾ ലൈൻ സ്പേസർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫ്രാക്ഷണൽ സ്പേസർ എന്നും അറിയപ്പെടുന്നു. അതായത് നമുക്ക് കെമിക്കൽ ഫോർമുലാസ് അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ ലൈൻ സ്പേസർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലൈൻ സ്പേസ് ലെവർ ആണ്. ലൈൻ സ്പേസ് ലെവറിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാരേജ് റിട്ടേൺ ലെവർ. ക്യാരേജ് റിട്ടേൺ ലെവർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ലൈൻ സ്പേസ് ലെവർ എന്നുള്ള പേര് എല്ലാവർക്കും അധികം പരിചയമില്ലാത്ത പേരായിരിക്കും. അപ്പോൾ ലൈൻ സ്പേസ് ലെവർ തന്നെയാണ് ക്യാരേജ് റിട്ടേൺ ലെവർ. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ക്യാരേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന ഒരു കൊളുത്ത് അല്ലെങ്കിൽ ഒരു റോഡാണ് ഏതെന്ന് പറയുന്നത് ഈ ക്യാരേജ് റിട്ടേൺ ലെവർ അല്ലെങ്കിൽ ലൈൻ സ്പേസ് ലെവർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ക്യാരേജിനെ അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ക്യാരേജ് റിട്ടേൺ ലെവറാണ്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ടൈപ്പ് ചെയ്ത് ഒരു എൻഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലൈനിൽ പോകണമെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ക്യാരേജ് റിട്ടേൺ ലെവറാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈൻ സ്പേസ് ലെവറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ക്യാരേജ് റിലീസ് ലെവർ എന്താണ്? ക്യാരേജ് റിലീസ് ലെവർ എന്ന് പറയുന്നത് ക്യാരേജിൻ്റെ രണ്ട് സൈഡിലും കാണും ക്യാരേജ് റിലീസ് ലെവർ. നമുക്ക് ക്യാരേജിനെ രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ക്യാരേജ് റിലീസ് ലെവർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ക്യാരേജ് റിലീസ് ലെവർ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പേപ്പർ ബെയിലിനെ പറ്റിയിട്ടാണ്. പേപ്പർ ബെയിൽ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ സിലിണ്ടറിൻ്റെ മുകളിലായിട്ടാണ് പേപ്പർ ബെയിൽ കാണപ്പെടുന്നത്. ഇതെന്തിനു സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ പേപ്പറിനെ ഏറ്റവും താഴെ അറ്റം വരെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പേപ്പർ ബെയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ സിലിണ്ടറിന് ചുറ്റും ഹോൾഡ് ചെയ്ത് വെക്കുന്നതും പേപ്പർ ബെയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പേപ്പറിനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അത് ഈ എയറിൽ ഇങ്ങനെ കാറ്റത്ത് ആടാതെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? പേപ്പർ ബെയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ടൈപ്പിങ്ങിൽ പേപ്പർ ഫ്ലട്ടർ ചെയ്യുന്ന അതുപോലെ തന്നെ ടൈപ്പിംഗ് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഏതാണ്? പേപ്പർ ബെയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് സിലിണ്ടർ റാഷറ്റ് വീൽ എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ടൂത്ത്, അതായത് പല്ലു പോലെയുള്ള ഒരു വീലാണ്. നമ്മുടെ സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന പല്ലു പോലെയുള്ള ഒരു വീലാണ് സിലിണ്ടർ റാഷറ്റ് വീൽ എന്ന് പറയുന്നത്. ഇത് ലൈൻ സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിണ്ടർ റാഷറ്റ് വീൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ലൈൻ സ്പേസ് റാഷറ്റ് വീൽ എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ ലൈൻ സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ, നമ്മൾ പറഞ്ഞല്ലോ, പല്ല് പോലെ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പല്ലിന് അല്ലെങ്കിൽ ആ ടൂത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അത് ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകുന്നു. അപ്പോൾ ലൈൻ സ്പേസിങ് ഇറഗുലർ ആകാൻ ഒരു കാരണം എന്ന് പറയുന്നത് വേൺ ഔട്ട് ഓഫ് ദി ടീത്ത് ഓഫ് ദി സിലിണ്ടർ റാഷറ്റ് വീലാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഡിറ്റൻഡ് റോളർ. എന്താണ് ഡിറ്റൻഡ് റോളർ എന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റീൽ റോളറാണ്. സിലിണ്ടറിൻ്റെ ടൂത്തുമായിട്ട് പ്രസ് ചെയ്തിരിക്കുന്ന ചെറിയ ഒരു സ്റ്റീൽ റോളറാണ് ഡിറ്റൻഡ് റോളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിറ്റൻഡ് റോളറിൻ്റെ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതും ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകും. അപ്പോൾ എക്സാമിന് ചോദിക്കും, ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകുന്നത് ഏതൊക്കെയാണ്? ഇപ്പം വേൺ ഔട്ട് ഓഫ് ദി ടീത്ത് ഓഫ് ദി സിലിണ്ടർ റാഷറ്റ് വീല്, അതുപോലെ തന്നെ വേൺ ഔട്ട് ഓഫ് ദി ഡിറ്റൻഡ് റോളർ. ഇത് രണ്ടും ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഡിറ്റൻഡ് റിലീസ് ലെവറിനെ പറ്റിയിട്ടാണ്. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലെവർ. ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലെവർ എന്നറിയപ്പെടും. ഇതും നമുക്ക് മാത്തമാറ്റിക്കൽ സിംബൽസും കെമിക്കൽ ഫോർമുലാസും ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡിറ്റൻഡ് റിലീസ് ലെവർ.
ഇതെവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സിലിണ്ടറിൻ്റെയും ലെഫ്റ്റ് തമ്പ് വീലിൻ്റെയും ഇടയിലായിട്ടാണ് ഡിറ്റൻറ്റ് റിലീസ് ലെവർ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു നിക്കൽ പാർട്ടാണ്. ടൈപ്പ് റൈറ്ററിലുള്ള ഒരു നിക്കൽ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിറ്റൻറ്റ് റിലീസ് ലെവറാണ്. ഇത് നിക്കൽ പാർട്ട് ആയതുകൊണ്ട് തന്നെ ലെതർ ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റൻറ്റ് റിലീസ് ലെവർ ക്ലീൻ ചെയ്യുന്ന എന്തുപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ലെതർ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ലൈൻ സ്പേസ് ഗേജ് അല്ലെങ്കിൽ ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ ആണ്. മെയിനായിട്ടും 5 ലൈൻ സ്പേസ് പൊസിഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 5 പൊസിഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിംഗിൾ ഉണ്ട്, 1.5 ഉണ്ട്, ഡബിൾ ഉണ്ട്, 2.5 ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട്. ഇപ്പം ഇതിലേതെങ്കിലും ഓപ്ഷൻ തന്നിട്ട് ഇതല്ലാത്തത് വേണമെങ്കിൽ ചോദിക്കാം. ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ എത്ര ലൈൻ സ്പേസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. 5 ലൈൻ സ്പേസ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഉള്ളത്. ഇനി അടുത്ത ടോപ്പിക്കാണ് മാർജിനൽ സ്റ്റോപ്പ്. മാർജിനൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ടും 2 മാർജിനൽ സ്റ്റോപ്പ് ഉണ്ട്, ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ പേപ്പർ വെച്ചിട്ട് പേപ്പറിൻ്റെ 2 സൈഡും മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെയാണ്? മാർജിനൽ സ്റ്റോപ്പ് യൂസ് ചെയ്തിട്ടാണ് ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ക്യാരേജ് മൂവ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ടുള്ള മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പും അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടുള്ള മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാരേജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും റൈറ്റ് മാർജിൻ എത്താറാവുമ്പോൾ ഒരു ബെല്ല് കേൾക്കും. റൈറ്റ് മാർജിൻ എത്താറായി എന്നും പറഞ്ഞൊരു ബെല്ല് കേൾക്കും. ഒരു ബെല്ല് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താ റൈറ്റ് മാർജിൻ എത്താറായി എന്ന്. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അതറിയാം. അപ്പോൾ എന്താണ്? അപ്പോൾ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പാണ് എന്തിന് കാരണമാകുന്നത്? റിങ്ങിങ് ഓഫ് ദ ബെല്ല് കേൾക്കാൻ കാരണമാകുന്നത് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പാണ്. പിന്നെ അടുത്ത നെക്സ്റ്റ് ലൈനിൽ വരുമ്പോഴത്തേക്കും എവിടം തൊട്ട് തുടങ്ങണം എന്നുള്ളതാണ്. നമ്മൾ ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നിടം തൊട്ടായിരിക്കും അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് 2 മാർജിനൽ സ്റ്റോപ്പ്. ഏതൊക്കെയാണ്? റൈറ്റ് മാർജിനൽ സ്റ്റോപ്പും ഉണ്ട്, ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പും ഉണ്ട്. ഇനി അടുത്തത് പേപ്പർ ടേബിൾ ആണ്. പേപ്പർ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ റെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് റൈറ്ററിലെ പോർഷനെയാണ് പേപ്പർ ടേബിൾ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓയിൽ പാർട്ടിൽ നിന്ന് നമ്മുടെ പേപ്പറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പേപ്പർ ടേബിളാണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ടൈപ്പ് റൈറ്റർ സ്കെയിൽസിനെ പറ്റിയിട്ടാണ്. മെയിനായിട്ടും 4 സ്കെയിൽസ് ആണ് ടൈപ്പ് റൈറ്ററിലുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ മാർജിനൽ സ്കെയിൽ, ഇതിനെ നമ്മൾ പേപ്പർ ടേബിൾ സ്കെയിൽ എന്നും പറയും. അടുത്തത് ക്യാരേജ് സ്കെയിലാണ് അല്ലെങ്കിൽ പേപ്പർ ബെയിൽ സ്കെയിൽ. മൂന്നാമത്തത് ഫ്രണ്ട് സ്കെയിൽ അല്ലെങ്കിൽ ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് സ്കെയിലാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ലൈൻ ഫൈൻഡർ സ്കെയിൽ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് സ്കെയിലാണ്. അപ്പോൾ ഈ ലൈൻ ഫൈൻഡർ സ്കെയിലാണ് നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു ലൈൻ ടൈപ്പ് ചെയ്തു, ആ ലൈനിൽ വീണ്ടും ടൈപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും പേപ്പർ റീഇൻസേർട്ട് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലൈൻ ഫൈൻഡർ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പെട്ടെന്ന് പറഞ്ഞാണ് പോകുന്നത്. മാക്സിമം പോർഷൻസ് നമ്മളിത് ഉൾപ്പെടുത്തും, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തും. ഇനി ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റിൻ്റെ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റായിട്ട് വേഡ് ആണെങ്കിലും എക്സൽ, പവർ പോയിൻറ്റ്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടർ ബേസിക്സ് എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടി കണ്ടു നോക്കുക. താങ്ക്